ഭാഷ പറയണതാണ്. മൃഗങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാലുലസിന്റെ ഭാഷയാണല്ലോ പറയണ. സാറേ ലാലുലസ് ആയി പോയി കേട്ടോ. ചോദിക്ക് പശു പറയണ്ടല്ലേ? ഇതെല്ലാം പറഞ്ഞത് സംഭവം അറിയാവോ? ആനെന്ത് വൃത്തിയോടൊക്കെയാണ് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കണത്. ഞാൻ പറഞ്ഞു ഇതിന്റെ വയറ്റില് സെൽഫോൺ കിടപ്പുണ്ട്. സെൽഫോണോ മൊബൈൽ ഫോണോ? സെൽഫോൺ കിടപ്പുണ്ട് ഇതിനകത്ത്. രണ്ടാഴ്ചയായിട്ട് എന്റെ ഫോൺ കാണാനില്ല. അതപ്പോ അതിന്റെ വയറ്റിലെത്തിയല്ലേ? അതെ, ഓണക്കപ്പുല്ല് കൊടുത്താ പോരാ, ഇതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഓണക്ക് എടുത്ത് തിന്നും. അയ്യോ, ഇത് പിന്നെ റിംഗ് ടോൺ ഏതാ വെച്ചാക്കണം? റിംഗ് ടോൺ നമ്മുടെ പുഷ്പ 2 തെലുങ്ക് പാട്ട് പുതിയത്. വെളിവില്ലാത്തവനെ അത് ഈ പശു മൊത്തം കൺഫ്യൂഷൻ അടിച്ച് കിടക്കല്ലേ. ഇത് തെലുങ്കാണോ ഹിന്ദിയാണോ എന്താണ് ഈ കിടന്ന് മുകളിലെന്ന് അതിന്റെ ചകലക്കേടുണ്ട് ഇനി. അതല്ലേ പിന്നെ എന്ത് ചെയ്യും? ഇതും ചെയ്യാനില്ല. ഫോണ് മാത്രമല്ല, പിന്നെ 2 റിമോട്ട്. അയ്യോ എന്റെ വീട്ടിലാ 2 ഷൂ. എന്റെ മോനെ പിന്നെ ഒരു നരച്ച വിഗ്. അയ്യോ വെല്ലിച്ചൻ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ വിഗ് കാണാണ്ടായതാ. ഇതുവരെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ വിഗ് എടുത്തോട് പല്ലിച്ച വീട്ടിൽ പോട്ടെ. ഇതെങ്ങനെ പുറത്തെടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ഈ സോപ്പ് വെള്ളം കുടിപ്പിച്ചിട്ട് വയറ് കഴിക്കാം. സോപ്പ് വെള്ളം കൊടുക്കണ്ട. സോപ്പ് വെള്ളം കൊടുത്താൽ ഫോണിനകത്ത് വെള്ളം കയറി ഫോൺ കംപ്ലൈന്റ് ആവും. എടോ തനിക്ക് ഫോണാണോ വലുത് തന്റെ മാളുമാണോ വലുത്? അല്ല ഈ ഫോണിനകത്താണല്ലോ പാൽക്കാരന്റെയും പാൽ ഡയറിയിലെയും കറവക്കാരന്റെയും ഒക്കെ നമ്പർ ഉള്ളത്. ഫോണില്ലാതെ ഒന്നും നടക്കൂലല്ലോ. അപ്പൊ മാളുവിന് വേണ്ടേ? അത് ശരിയാണല്ലോ. മാളും ഇല്ലാതെ ഫോൺ നമ്പർ ഒക്കെ ഉണ്ടിട്ട് എന്താ കാര്യം? അപ്പൊ ഫോണാണോ വേണ്ടത് മാളുമാണോ വേണ്ടത്? ഞാൻ ഒരു കാര്യം ചെയ്യും, തനിക്ക് ഫോൺ വേണോ മാള് വേണോ എന്ന് ഒരു തീരുമാനം അവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് പതുക്കെ വന്നാ മതി. എന്താ ആലോചിക്കാം. അതൊക്കെ ആലോചിച്ചിട്ട് വന്നാ മതി. ഇമാതിരി വെളിവെട്ടവനൊക്കെ രാവിലെ വന്നിട്ട് അയ്യോ ദൈവമേ കാത്തോളേ. ഡോക്ടറെ